അടുത്ത ദിവസം വാൾട്ടിന്റെ സ്കൂളിലൊരു പാരന്റ്സ് മീറ്റിംഗ് നടന്നു. സ്കൂളിലെ കെമിസ്ട്രി ലാബിൽ നിന്നും ചില ഉപകരണങ്ങളും രാസവസ്തുക്കളും മോഷണം പോയതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പ്രിൻസിപ്പൽ ഈ മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. മറ്റു രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമൊപ്പം വാൾട്ടും ഭാര്യ സ്കൈലറും അവിടെ ഉണ്ടായിരുന്നു. ഈ മോഷണവും അതിന്റെ പിന്നിലെ മയക്കുമരുന്ന് മാഫിയകളും കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള രക്ഷിതാക്കളുടെ ആശങ്കകൾക്ക് സ്കൂളിൽ പുതിയ സെക്യൂരിറ്റി ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ടെന്നും കാര്യങ്ങളെല്ലാം സ്കൂൾ അധികൃതർ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുമെന്നും പ്രിൻസിപ്പൽ എല്ലാവർക്കും ഉറപ്പു നൽകി. താൻ ചെയ്ത മോഷണത്തെക്കുറിച്ച് എല്ലാവരും വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നത് കേൾക്കുന്ന വാൾട്ടിന് ഭയത്തിനു പകരം വല്ലാത്തൊരു ആവേശവും ഉണർവുമാണ് ലഭിക്കുന്നത്. ആരും അറിയാതെ താൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ അയാളിൽ ഒരുതരം സൈക്കിക് ആനന്ദം ഉണ്ടാക്കിയിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി കാറിൽ കയറിയ വാൾട്ട് സ്കൂൾ പാർക്കിങ്ങിൽ കിടക്കുന്ന ആ കാറിനുള്ളിൽ വെച്ച് സ്ഥലകാലബോധമില്ലാത്ത വിധം ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെട്ടു. വാൾട്ടിന്റെ അസാധാരണമായ ഈ പെരുമാറ്റം സ്കൈലറെ ശരിക്കും അത്ഭുതപ്പെടുത്തി. അതേസമയം ടൂക്കോയിൽ നിന്ന് മർദ്ദനമേറ്റ് ആശുപത്രിയിലായിരുന്ന ജെസ്സി തിരിച്ചു വീട്ടിലെത്തിയിരുന്നു. എന്നാൽ താൻ ഇനിയും ആ നഗരത്തിൽ നിന്നാൽ ടൂക്കോ തന്നെ കൊന്നുകളയുമെന്ന് കരുതുന്ന ജെസ്സി ആ വീട് വിറ്റ് നാട് വിടാൻ തയ്യാറെടുക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ജെസ്സിയുടെ മരിച്ചുപോയ ആന്റിയുടെ വീടായിരുന്നു അത്. അതിന്റെ അവകാശം ജെസ്സിയുടെ മാതാപിതാക്കൾക്കാണെങ്കിലും അവരറിയാതെ അത് വിൽക്കാനാണ് ജെസ്സി ശ്രമിക്കുന്നത്. അത് വിൽക്കാൻ ഏൽപ്പിച്ചിരുന്ന ഒരു ബ്രോക്കർ വീട് കാണിക്കാനായി ചില ആളുകളുമായി അവിടെ എത്തിയിരുന്നു. അപ്പോഴാണ് ജെസ്സിയെ അന്വേഷിച്ച് വാൾട്ട് അവിടേക്ക് വന്നത്. ബ്രോക്കറോട് താൻ വീടിന്റെ ഉടമസ്ഥനെ കാണാൻ വന്നതാണെന്ന് വാൾട്ട് പറഞ്ഞു. അവൻ ആ വാനിനുള്ളിലേക്ക് താമസം മാറിയെന്നും വീട് വിൽക്കാൻ വെച്ചതാണെന്നും അവർ പറഞ്ഞപ്പോൾ മുറ്റത്തുണ്ടായിരുന്ന അവർ മെത്ത് പാചകം ചെയ്തിരുന്ന വാനിലേക്ക് വാൾട്ടർ ചെന്നു. ഹോസ്പിറ്റലിൽ നിന്നും വിട്ട ശേഷം ഒട്ടും വയ്യാതെ കിടക്കുന്ന ജെസ്സി വാൾട്ടിന്റെ പുതിയ രൂപം കണ്ട് അത്ഭുതപ്പെട്ടു. നീ എന്തിനാണ് ഇപ്പോൾ വീട് വിൽക്കുന്നതെന്ന് വാൾട്ടർ അവനോട് ചോദിച്ചു. 2 കൊലപാതകങ്ങൾ നടന്ന ആ വീട്ടിൽ നിൽക്കാൻ തനിക്ക് ഭയമാണെന്നും അതുകൊണ്ടാണ് വിൽക്കാൻ പോകുന്നതെന്നും അവൻ കള്ളം പറഞ്ഞു. അടുത്ത നിമിഷം ടൂക്കോയുടെ കയ്യിൽ നിന്നും ലഭിച്ച അവരുടെ മെത്തിന്റെ പണമായ $35,000 പകുതിയും അവന്റെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവായ $15,000 അവന് നൽകിയ ശേഷം താൻ ടൂക്കോയെ നേരിൽ കണ്ടതും പുതിയ ഡീൽ ഉറപ്പിച്ച കാര്യവും വാൾട്ട് അവനോട് പറഞ്ഞു. പുതിയ കരാർ പ്രകാരം എല്ലാ ആഴ്ചയും 1 കിലോ മെത്ത് വീതം ടൂക്കോയ്ക്ക് നൽകണമെന്നും അതിന് $70,000 വെച്ച് കിട്ടുമെന്നും വാൾട്ട് അവനോട് പറഞ്ഞു. വാൾട്ടിന്റെ വാക്കുകൾ ജെസ്സിക്ക് വിശ്വസിക്കാനായില്ല. ടൂക്കോ ഒരു ഭ്രാന്തനാണെന്നും അവന്റെ കൂടെ ഇത്രയും വലിയൊരു ഡീൽ ഉണ്ടാക്കുന്നത് ആത്മഹത്യയാണെന്നും പറയുന്ന ജെസ്സി ഞാനിത് ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് തീർത്തു പറഞ്ഞു. എന്നാൽ പിന്മാറാൻ വാൾട്ട് തയ്യാറായിരുന്നില്ല. ലഭിക്കാൻ പോകുന്ന വലിയ തുകയെക്കുറിച്ചും അത് രണ്ടുപേർക്കും തുല്യമായി വീതിക്കാമെന്നും പറഞ്ഞ് വാൾട്ട് അവന് ആത്മവിശ്വാസം നൽകി. എന്നാൽ ഈ ഡീലിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ജെസ്സി വാൾട്ടിനോട് പറഞ്ഞു. ഒരാഴ്ച കൊണ്ട് 1 കിലോ മെത്തുണ്ടാക്കുക എന്നത് അസാധ്യമാണ്. കാരണം അത്രയും മെത്തുണ്ടാക്കണമെങ്കിൽ വളരെ വലിയ അളവിൽ സ്യൂഡോ എഫെഡ്രിൻ ഗുളികകൾ ആവശ്യമാണ്. ഫാർമസികളിൽ നിന്നും ചെറിയ അളവിൽ മാത്രം ലഭിക്കുന്ന ഈ ഗുളികകൾ വലിയ അളവിൽ ശേഖരിക്കുക എന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതിനാൽ ഈ ഡീൽ പൊളിയുമെന്നും അങ്ങനെ സംഭവിച്ചാൽ ടൂക്കോ നമ്മളെ കൊല്ലുമെന്നും ജെസ്സി ഭയത്തോടെ പറഞ്ഞു. അതിന് എന്തെങ്കിലും വഴികൾ നമുക്ക് അന്വേഷിക്കാമെന്ന് പറയുന്ന വാൾട്ടർ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഉള്ളതിനാൽ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഭാര്യയ്ക്കൊപ്പം ഡോക്ടറെ കാണുന്ന വാൾട്ട് തന്റെ ചികിത്സയുടെ അടുത്ത ഘട്ടങ്ങളെക്കുറിച്ചും മറ്റും സംസാരിച്ചു. ക്യാൻസറിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും അമിതമായ പ്രതീക്ഷകൾ വെക്കാതെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക എന്നതാണ് പ്രധാനമെന്ന് ഡോക്ടർ വാൾട്ടിനോട് പറഞ്ഞു. ഇതിനിടയിൽ സ്കൈലർ കീമോതെറാപ്പിക്ക് പുറമെ അമേരിക്കയിലെ ആദിവാസി സമൂഹമായ നേറ്റീവ് അമേരിക്കൻസിന്റെ ഇടയിൽ കാണപ്പെടുന്ന ആയുർവേദവും ആത്മീയ ചികിത്സാ രീതികളും പരീക്ഷിക്കുന്നത് വാൾട്ടിന് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചു. ഇത്തരം ചികിത്സകൾക്ക് ക്യാൻസർ മാറ്റാൻ കഴിയുമെന്നതിന് ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നുമില്ലെങ്കിലും രോഗിക്ക് മാനസികമായി ഒരു സമാധാനവും ആശ്വാസവും കിട്ടാൻ അത് സഹായിക്കുമെങ്കിൽ തീർച്ചയായും ചെയ്യാവുന്നതാണെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി. എന്നാൽ സ്കൈലർ ഡോക്ടറുമായി ഇത്രയും ഗൗരവമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വാൾട്ടിന്റെ മനസ്സ് അവിടെയൊന്നുമല്ലായിരുന്നു. ടൂക്കോയ്ക്ക് കൊടുക്കാമെന്നേറ്റ മെത്ത് എങ്ങനെ ഉണ്ടാക്കുമെന്നും അതിനുവേണ്ട കെമിക്കൽസ് എങ്ങനെ സംഘടിപ്പിക്കുമെന്ന ചിന്തയിലായിരുന്നു വാൾട്ട്. അടുത്ത ദിവസം ടൂക്കോയോട് പറഞ്ഞതുപോലെ അവന് മെത്ത് നൽകാനായി വാൾട്ടും ജെസ്സിയും ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. മുൻപ് നടന്ന സംഭവങ്ങൾക്ക് ശേഷം ടൂക്കോയെ കാണാനും സംസാരിക്കാനും ജെസ്സിക്ക് നല്ല ഭയമുണ്ടായിരുന്നു. പഴയ വണ്ടികൾ കൂട്ടിയിട്ട ഒരു വലിയ യാർഡായിരുന്നു അവർ ഈ മീറ്റിംഗിനായി തിരഞ്ഞെടുത്ത സ്ഥലം. തന്റെ സഹായികൾക്കൊപ്പം അവിടെ എത്തിയ ടൂക്കോ മുൻപ് സംഭവിച്ച കാര്യങ്ങൾക്ക് ജെസ്സിയോട് മാപ്പ് ചോദിച്ചു. അവർ ഉണ്ടാക്കിയ കരാർ പ്രകാരം 1 കിലോ മെത്തായിരുന്നു വാൾട്ട് ടൂക്കോയ്ക്ക് നൽകേണ്ടിയിരുന്നത്. എന്നാൽ അവരുടെ കയ്യിൽ ആകെ ബാക്കിയുണ്ടായിരുന്ന 250 ഗ്രാം മെത്താണ് വാൾട്ട് അവന് നൽകിയത്.
നൽകിയത്. ഇത് കാണുന്ന ടൂക്കോ അവരോട് ദേഷ്യപ്പെട്ടു. ഒരു ഭ്രാന്തനെ പോലെ ടൂക്കോ ദേഷ്യപ്പെടുന്നത് കണ്ട് ജീവൻ പോകുമെന്ന ഭയത്തോടെയാണ് ജെസ്സി നിന്നത്. മെത്ത് ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതുകൊണ്ടാണ് ഇത്തവണ 1 കിലോ നൽകാൻ പറ്റാത്തതെന്നും അടുത്ത തവണ എല്ലാം ചേർത്ത് നൽകാമെന്നും യാതൊരു കൂസലുമില്ലാതെ വാൾട്ട് ടൂക്കോയോട് പറഞ്ഞു. എന്നാൽ അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും കേൾക്കാൻ താല്പര്യമില്ലായിരുന്ന ടൂക്കോ കൊണ്ടുവന്ന മെത്തിന്റെ പണമായ $17,500 നിന്ന് 17,000 മാത്രമാണ് വാൾട്ടിന് നൽകിയത്. $500 തന്റെ സമയം നഷ്ടപ്പെടുത്തിയതിന്റെ പിഴയായി ഈടാക്കിയെന്ന് അവൻ പറഞ്ഞു. പോകാനൊരുങ്ങിയ ടൂക്കോയോട് നീ കൊണ്ടുവന്ന പണം മൊത്തം എനിക്ക് വേണമെന്ന് വാൾട്ട് ആവശ്യപ്പെട്ടു. വാൾട്ടിന്റെ അപ്രതീക്ഷിതമായ ആ നീക്കം കണ്ട് ജെസ്സി അടക്കമുള്ളവർ ഞെട്ടിപ്പോയി. ഇത് കേട്ട് വാൾട്ടിനെ പുച്ഛത്തോടെ നോക്കുന്ന ടൂക്കോയോട് നിനക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ആ പണം മുഴുവൻ ഒരു നിക്ഷേപമായി കരുതിയാൽ മതിയെന്നും അടുത്ത ആഴ്ച ഈ ആഴ്ചത്തെ ബാക്കി 750 ഗ്രാമും അടുത്ത ആഴ്ചത്തെ 1 കിലോയും ഒരുമിച്ച് നൽകാമെന്ന് വാൾട്ട് പറഞ്ഞു. വാൾട്ടിന്റെ നിബന്ധനകളും ആവശ്യങ്ങളും ടൂക്കോയെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടെങ്കിലും അവന്റെ മെത്തിന്റെ ക്വാളിറ്റി ഓർത്ത് അതെല്ലാം കടിച്ചു പിടിക്കുന്ന അയാൾ ഒരാഴ്ചത്തേക്ക് ആ പണം പലിശയ്ക്ക് നൽകാമെന്നും അടുത്ത ആഴ്ച 2 കിലോ തികച്ചും വേണമെന്നും പറഞ്ഞു. ഞാനൊരു 2 കിലോ അധികം കൊണ്ടുവന്നാൽ വാങ്ങാൻ നിന്റെ കയ്യിൽ പണമുണ്ടാകുമോ എന്നായിരുന്നു വാൾട്ടിന്റെ മറുപടി. വാൾട്ടിന്റെ ആ ചോദ്യം ജെസ്സിയെയും ടൂക്കോയെയും ശരിക്കും ഞെട്ടിച്ചു. ചുമ്മാ തള്ളി മറയ്ക്കാതെ ആദ്യം പറഞ്ഞ വാക്ക് പാലിക്കാൻ നോക്ക്, അല്ലെങ്കിൽ എന്റെ തനി സ്വരൂപം നീ അറിയുമെന്ന് പറയുന്ന ടൂക്കോ ആ പണം മുഴുവൻ ദേഷ്യത്തോടെ അവരുടെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം തിരിച്ചുപോയി. തിരികെ വീട്ടിലെത്തിയ വാൾട്ടും ജെസ്സിയും അടുത്ത ആഴ്ച ടൂക്കോയ്ക്ക് കൊടുക്കാമെന്നേറ്റ മെത്തുണ്ടാക്കാനുള്ള ഉപകരണങ്ങളും കെമിക്കലുകളും വാങ്ങാനുള്ള ലിസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങി. എന്നാൽ മെത്തുണ്ടാക്കാൻ സാധാരണ അവർ ഉപയോഗിച്ചിരുന്ന സ്യൂഡോ എഫിഡ്രിൻ ഗുളികകൾ വലിയ അളവിൽ ലഭിക്കാൻ സാധ്യതയില്ലെന്ന് ജെസ്സി നേരത്തെ പറഞ്ഞതിനാൽ വാൾട്ട് പുതിയൊരു കെമിക്കൽ പ്രോസസ് ഇത്തവണ ഡിസൈൻ ചെയ്തിരുന്നു. ഈ പുതിയ പാചകരീതിക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെയും രാസവസ്തുക്കളുടെയും ലിസ്റ്റ് ഉണ്ടാക്കുന്ന വാൾട്ട് എത്രയും പെട്ടെന്ന് അതെല്ലാം സംഘടിപ്പിക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ ലിസ്റ്റിലെ ഭൂരിഭാഗം സാധനങ്ങളുടെ പേര് പോലും അവന് വ്യക്തമായി വായിക്കാൻ കഴിഞ്ഞില്ല. കാരണം സാധാരണ ഗ്ലാസ് പാത്രങ്ങൾക്കും ട്യൂബുകൾക്കും പകരം വലിയ കെമിക്കൽ ലാബുകളിൽ മാത്രം ഉപയോഗിക്കുന്ന ട്യൂബ് ഫർണൈസ്, തോറിയം നൈട്രേറ്റ് തുടങ്ങിയ സംഭവങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇതെല്ലാം കാണുന്നതോടെ ജെസ്സി ഇതൊന്നും തനിക്ക് സംഘടിപ്പിക്കാൻ കഴിയില്ലെന്നും താൻ ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാവുകയാണെന്നും പറഞ്ഞു. കാരണം ഒരു സാധാരണക്കാരൻ ഇത്തരം ഹൈ എൻഡ് കെമിക്കലുകളും ഉപകരണങ്ങളും കടകളിൽ ചെന്ന് ചോദിച്ചാൽ അത് വലിയ സംശയമുണ്ടാക്കും. കടക്കാർ ഉടനടി നാർക്കോട്ടിക്സ് പോലീസിനെ വിവരമറിയിക്കുമെന്നും താൻ എളുപ്പത്തിൽ പോലീസിന്റെ പിടിയിലാകുമെന്നും ജെസ്സിക്ക് നന്നായി അറിയാമായിരുന്നു. ജെസ്സിയുടെ ഭയം വാൾട്ടിന് മനസ്സിലായെങ്കിലും അവന്റെ സഹായമില്ലാതെ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്ന വാൾട്ട് അവനെ നല്ല രീതിയിലൊന്ന് മോട്ടിവേറ്റ് ചെയ്തു. ജീവിതകാലം മുഴുവൻ വീട്ടുകാരെയും പോലീസിനെയും പേടിച്ച് ജീവിക്കാനാണോ അതോ ആവശ്യത്തിന് പണമുണ്ടാക്കി നല്ല രീതിയിൽ ജീവിക്കാനാണോ നിനക്കിഷ്ടമെന്ന് വാൾട്ട് അവനോട് ചോദിച്ചു. ഒരു നല്ല ജീവിതത്തിലേക്കുള്ള ആദ്യ പടിയാണിതെന്നും ഈ നഗരത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന നിനക്കിതെല്ലാം ഒപ്പിക്കാൻ സാധിക്കുമെന്നും അയാൾ അവന് ആത്മവിശ്വാസം നൽകി. ഇത്രയും കാലം തന്നെ ഒരു കഴിവുകെട്ടവനായി മാത്രം കണ്ടിരുന്ന, എപ്പോഴും വഴക്ക് പറഞ്ഞിരുന്ന വാൾട്ട് തന്നെ ഇത്രത്തോളം വിശ്വസിക്കുകയും തന്റെ കഴിവുകളെ അംഗീകരിക്കുകയും ചെയ്യുന്നത് ജെസ്സിയിൽ ചെറിയ ആത്മവിശ്വാസമുണ്ടാക്കി. ആ ധൈര്യത്തിൽ തനിക്കറിയാവുന്ന മോഷ്ടാക്കളുടെയും ഡീലർമാരുടെയും സഹായത്തോടെ ആ ലിസ്റ്റിലെ സാധനങ്ങൾ സംഘടിപ്പിക്കാൻ ജെസ്സി പുറപ്പെട്ടു. തിരികെ വീട്ടിലെത്തിയ വാൾട്ടിന്റെ വീട്ടിൽ ഭാര്യയുടെ ബേബി ഷവർ പാർട്ടി നടക്കുകയായിരുന്നു. സ്കൈലറിന്റെ സഹോദരി മേരി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഭാവിയിൽ കാണാനായി എല്ലാവരുടെയും വീഡിയോ മെസ്സേജുകൾ റെക്കോർഡ് ചെയ്യുകയാണ്. ക്യാമറയുമായി വാൾട്ടിന്റെ അടുത്തെത്തിയ മേരി മകൾക്ക് വേണ്ടി എന്തെങ്കിലും പറയാൻ ആവശ്യപ്പെട്ടു. ആ ക്യാമറയിലേക്ക് നോക്കി ജനിക്കാനിരിക്കുന്ന തന്റെ കുഞ്ഞിനോട് സംസാരിക്കുന്ന വാൾട്ടർ, ജീവിതത്തിൽ നീ എവിടെയായിരുന്നാലും നിന്നെ ജീവനു തുല്യം സ്നേഹിക്കുന്ന ഒരു കുടുംബം നിനക്കുണ്ടെന്നും എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് നീ ഓർക്കണമെന്നും പറഞ്ഞ ശേഷം അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലേക്ക് വാൾട്ടർ മാറി. ആഘോഷങ്ങൾക്ക് ശേഷം വീടിന്റെ സ്വീകരണ മുറിയിൽ വെച്ച് സ്കൈലർ തന്റെ കുഞ്ഞിന് ലഭിച്ച സമ്മാനങ്ങളെല്ലാം തുറന്നു നോക്കാൻ തുടങ്ങി. വിലപിടിപ്പുള്ള കല്ലുകൾ പതിച്ച ഒരു വെളുത്ത സ്വർണ്ണ ടിയാര ആയിരുന്നു മേരി അവർക്ക് സമ്മാനിച്ചത്. എല്ലാവരും ആ വിലപിടിപ്പുള്ള സമ്മാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് മേരി വളരെ അഭിമാനത്തോടെ അവിടെ ഇരുന്നു. എന്നാൽ ആ ബഹളങ്ങളിൽ നിന്ന് ഒന്ന് മാറാൻ ആഗ്രഹിച്ച വാൾട്ടും ഹാങ്കും വീടിന് പുറത്തുള്ള സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് പോയി. അവിടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാങ്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന ക്യൂബൻ സിഗാർ പുറത്തെടുത്തു. അമേരിക്കയിൽ ക്യൂബൻ സിഗാർ കയ്യിൽ വെക്കുന്നതും ഉപയോഗിക്കുന്നതും നിയമവിരുദ്ധമായ കാര്യമാണ്. ഇതറിയാവുന്ന വാൾട്ട് അത് നിയമവിരുദ്ധമല്ലേ എന്ന് ഹാങ്കിനോട് ചോദിച്ചു. ചില സമയങ്ങളിൽ വിലക്കപ്പെട്ട കനികൾക്ക് കൂടുതൽ സ്വാദുണ്ടാകുമെന്നായിരുന്നു ഹാങ്കിന്റെ മറുപടി. സംസാരത്തിനിടയിൽ അവർ നിയമങ്ങളെക്കുറിച്ചും തെറ്റും ശരിയും തീരുമാനിക്കുന്നതിൽ മനുഷ്യർ കാണിക്കുന്ന വൈരുദ്ധ്യങ്ങളെപ്പറ്റിയുമെല്ലാം ചർച്ച ചെയ്തു. പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പോയ ശേഷം നേരത്തെ ഡോക്ടറുടെ അടുത്ത് വെച്ച് സൂചിപ്പിച്ച പോലെ ആയുർവേദവും ആത്മീയ ചികിത്സകളും നടത്താൻ താൽപ്പര്യമുണ്ടെന്നും അതിനായി നവാജോ
സ്വെറ്റ് ലോഡ്ജ് എന്ന ഒരു ചികിത്സാ കേന്ദ്രം താൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും വാൾട്ട് ഭാര്യയോട് പറഞ്ഞു. അമേരിക്കൻ ആദിവാസികളുടെ പരമ്പരാഗതമായ ഒരുതരം പ്രകൃതി ചികിത്സാ ധ്യാന കേന്ദ്രമാണ് സ്വെറ്റ് ലോഡ്ജുകൾ. അവിടെ പോയാൽ അത് മനസ്സിന് ഒരാശ്വാസമാകുമെന്ന് വാൾട്ട് പറഞ്ഞു. ഭർത്താവിന്റെ അസുഖം ഭേദമാകാൻ ഏതറ്റം വരെ പോകാനും തയ്യാറായി നിൽക്കുന്ന സ്കൈലർ യാതൊരു സംശയവുമില്ലാതെ സന്തോഷത്തോടെ വാൾട്ടിനെ യാത്രയാക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ 3 ദിവസം ജെസ്സിയോടൊപ്പം മെത്ത് പാചകം ചെയ്യാനാണ് വാൾട്ട് പോകുന്നത്. അങ്ങനെ ഭാര്യയോട് കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ വാൾട്ട് നേരെ ജെസ്സിയുടെ അടുത്തേക്ക് പോയി. വാൾട്ട് നൽകിയ ലിസ്റ്റിലെ മെത്തിലാമൈൻ എന്ന കെമിക്കൽ ഒഴികെയുള്ള സാധനങ്ങളെല്ലാം ജെസ്സി അപ്പോഴേക്കും സംഘടിപ്പിച്ചിരുന്നു. പൊതുജനങ്ങൾക്ക് നേരിട്ട് വാങ്ങാൻ പറ്റാത്ത ആ കെമിക്കൽ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്നും മാത്രമേ വാങ്ങാൻ പറ്റൂ. അത് വിൽക്കുന്ന ഒരാളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്നും പക്ഷെ ചെറിയ ഒരു അളവിന് $10,000 വരെ ആകുമെന്നും ജെസ്സി വാൾട്ടിനെ അറിയിച്ചു. ആ സാധനം തരുന്ന ആളുകൾക്ക് ഇതെവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വാൾട്ട് ജെസ്സിയോട് ചോദിച്ചു. അവർ നഗരത്തിലെ വലിയൊരു കെമിക്കൽ വെയർഹൌസിൽ നിന്നും മോഷ്ടിക്കുന്നതാണെന്ന് ജെസ്സിക്ക് അറിയാമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇത്രയും വലിയ തുക കൊടുത്ത് ബ്ലാക്കിൽ വാങ്ങുന്നതിലും നല്ലത് നമുക്ക് അവിടെ പോയി മോഷ്ടിക്കുന്നതല്ലേ എന്ന് വാൾട്ട് ചോദിച്ചു. വാൾട്ടിന്റെ എന്തിനും പോന്ന ഈ ധൈര്യം കാണുന്ന ജെസ്സിക്ക് ഇയാൾക്ക് ഭ്രാന്താണോ എന്നുവരെ തോന്നിപ്പോയി. എന്നാൽ കനത്ത സുരക്ഷയുള്ള ഇരുമ്പ് വാതിലുകളും പൂട്ടുകളുമുള്ള ആ ഗോഡൌണിൽ നിന്നും അത് എങ്ങനെ മോഷ്ടിക്കുമെന്നത് അവർക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു. വലിയ ഇരുമ്പ് വാതിലും ലോക്കും എങ്ങനെ തുറക്കുമെന്ന് വാൾട്ട് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ജെസ്സിയുടെ ഗാരേജിലെ ആ പഴയ സാധനങ്ങൾക്കിടയിൽ പൊടി പിടിച്ചു കിടക്കുന്ന പഴയൊരു സ്കെച്ച് എന്ന കളിപ്പാട്ടം വാൾട്ട് ശ്രദ്ധിക്കുന്നത്. അതെടുക്കുന്ന വാൾട്ട് അത് ഉപയോഗിച്ച് നമ്മൾ ആ ലോക്ക് പൊളിക്കുമെന്ന് ജെസ്സിയോട് പറഞ്ഞു. ജെസ്സിയെ സംബന്ധിച്ച് അതൊരു ഉപയോഗശൂന്യമായ കളിപ്പാട്ടം മാത്രമായിരുന്നു. എന്നാൽ വാൾട്ടിന്റെ തലയിൽ ആ നിമിഷം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ കുറെയെണ്ണം സംഘടിപ്പിച്ച ശേഷം വാൾട്ട് അതെല്ലാം അഴിച്ചെടുക്കാൻ തുടങ്ങി. ഓരോ കളിപ്പാട്ടത്തിന്റെ ഉള്ളിൽ നിന്നും സിൽവർ നിറത്തിലുള്ള ഒരു പൗഡർ അയാൾ ചുരണ്ടിയെടുത്തു. തെർമൈറ്റ് എന്ന കെമിക്കൽ ആയിരുന്നു അത്. അതെന്താണെന്ന് ജെസ്സിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വാൾട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കഥ അവനോട് പറഞ്ഞു. 2ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻകാർക്ക് ഗുസ്റ്റാവ് ഗൺ എന്നു പേരുള്ള വലിയൊരു പീരങ്കി ഉണ്ടായിരുന്നു. 1000 ടൺ ഭാരമുള്ള അതിൽ നിന്നും 23 മൈലുകൾക്കപ്പുറത്തേക്ക് പോലും കൃത്യമായി ബോംബുകൾ വർഷിക്കാൻ കഴിയുമായിരുന്നു. ഒരു മാസം തുടർച്ചയായി ബോംബിട്ട് ആക്രമിച്ചാൽ പോലും ആ പീരങ്കിയെ തകർക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ബുദ്ധിമാനായ ഒരു കമാൻഡോ ഒരു ചെറിയ ബാഗ് നിറയെ തെർമൈറ്റ് ആ പീരങ്കിയുടെ മുകളിൽ വെച്ച് കത്തിച്ചപ്പോൾ 4 ഇഞ്ച് കട്ടിയുള്ള ആ ഇരുമ്പ് പീരങ്കി നിമിഷ നേരം കൊണ്ട് വെണ്ണ പോലെ ഉരുകിപ്പോവുകയും എന്നേക്കുമായി നശിക്കുകയും ചെയ്തു. താൻ ഉണ്ടാക്കുന്ന ഈ തെർമൈറ്റ് എത്രത്തോളം മാരകമാണെന്നും അതുപയോഗിച്ച് ആ വലിയ ഇരുമ്പ് പൂട്ട് എങ്ങനെയാണ് ഉരുക്കാൻ പോകുന്നതെന്നും ഈ കഥയിലൂടെ വാൾട്ട് ജെസ്സിക്ക് മനസ്സിലാക്കി കൊടുത്തു. അടുത്ത ദിവസം തന്നെ അവർ ആ മോഷണം നടത്താൻ തീരുമാനിച്ചു. രാത്രിയുടെ ഇരുളിൽ മുഖം മറയ്ക്കാനുള്ള മാസ്കുകൾ ധരിച്ച് വാൾട്ടും ജെസ്സിയും ആ കെമിക്കൽ വെയർഹൌസിന് മുന്നിലെത്തി. വാൾട്ട് പറഞ്ഞ ആ മാന്ത്രിക വിദ്യ എങ്ങനെ പ്രവർത്തിക്കുമെന്നറിയാൻ ജെസ്സിക്ക് നല്ല ആകാംക്ഷയുണ്ടായിരുന്നു. സെക്യൂരിറ്റിയുടെ കണ്ണുവെട്ടിച്ച് അകത്തു കടന്ന അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു പോർട്ടബിൾ ടോയ്ലറ്റിൽ മൂത്രമൊഴിക്കാൻ പോയ തക്കത്തിന് കയറുപയോഗിച്ച് അയാളെ ബാത്റൂമിൽ പൂട്ടിയിട്ടു. അതിനുശേഷം ഫാക്ടറിയുടെ വാതിലിന്റെ പൂട്ടിലേക്ക് താൻ തയ്യാറാക്കിയ തെർമൈറ്റ് മിശ്രിതം വെച്ച വാൾട്ട് ഒരു മഗ്നീഷ്യം റിബൺ ഉപയോഗിച്ച് അതിന് തീ കൊടുത്തു. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തോടെയും ശക്തമായ തീപ്പൊരികളോടെയും ആ മിശ്രിതം കത്താൻ തുടങ്ങി. തെർമൈറ്റിന്റെ ആ കടുത്ത ചൂടിൽ ആ ഇരുമ്പ് പൂട്ട് വെണ്ണ പോലെ ഉരുകി താഴെ വീഴുന്നത് കണ്ട് ജെസ്സി അമ്പരന്ന് പോയി. അകത്ത് കടന്ന് മെത്തിലാമൈൻ സൂക്ഷിച്ചിരിക്കുന്ന വലിയ ബാരൽ കണ്ടെത്തിയെങ്കിലും അവർ വിചാരിച്ചതിലും വളരെ ഭാരമുള്ളതായിരുന്നു അത്. വേറെ നിവൃത്തിയില്ലാത്തതിനാൽ അവരത് പൊക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. വല്ലാതെ പാടുപെട്ടെങ്കിലും ആരുടെയും കണ്ണിൽ പെടാതെ അവർ അതുമായി അവിടെ നിന്നും രക്ഷപ്പെട്ടു. മെത്തിലാമൈൻ മോഷണം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷമുള്ള അടുത്ത ദിവസം തന്നെ അവർ പാചകം ആരംഭിക്കാൻ തീരുമാനിച്ചു. ആ പഴയ വാനുമെടുത്ത് ഏതെങ്കിലും മരുഭൂമിയിൽ വെച്ച് പാചകം ചെയ്യാമെന്നായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും വണ്ടി സ്റ്റാർട്ടാവാതായതോടെ എഞ്ചിൻ കേടായതാണെന്നും അത് നന്നാക്കാൻ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും സമയമെടുക്കുമെന്നും ജെസ്സി പറഞ്ഞു. ഇത് കേട്ട വാൾട്ട് ആകെ നിരാശനായി. കാരണം മെത്തുണ്ടാക്കാൻ വേറെയൊരു സുരക്ഷിതമായ സ്ഥലം കണ്ടുപിടിക്കാൻ ഇനി അവർക്ക് സമയമില്ല. കൃത്യസമയത്ത് സാധനം എത്തിച്ചില്ലെങ്കിൽ ടൂക്കോ തങ്ങളെ വെറുതെ വിടില്ല എന്ന ഭയം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. മറ്റു വഴികളൊന്നും ഇല്ലാത്തതിനാൽ ജെസ്സിയുടെ വീടിന്റെ ബേസ്മെന്റിൽ വെച്ച് പാചകം ചെയ്യാമെന്ന് വാൾട്ട് പറഞ്ഞു. ഇത് കേട്ടതും ജെസ്സി അതിനെ എതിർത്തു. ഈ വീട് വിൽക്കാൻ വെച്ചതാണെന്നും ഏത് സമയത്തും ആളുകൾ വീട് കാണാൻ വരുമെന്നും പറഞ്ഞ് ജെസ്സി വാൾട്ടിനോട് തർക്കിച്ചു. എന്നാൽ ടൂക്കോയുടെ ഭീഷണി ഓർമ്മിപ്പിക്കുന്ന വാൾട്ട് ജെസ്സിയെ നിർബന്ധിച്ച് അതിന് സമ്മതിപ്പിച്ചു. അങ്ങനെ വാനിൽ ഉണ്ടായിരുന്ന കെമിസ്ട്രി ഉപകരണങ്ങളും തലേ ദിവസം മോഷ്ടിച്ച വലിയ
മെത്തിലാമൈൻ ഡ്രമ്മും വീടിന്റെ ബേസ്മെന്റിലേക്ക് അവർ മാറ്റി. അവിടെ ലാബ് സെറ്റപ്പ് ചെയ്ത ശേഷം സുരക്ഷിതമായി ഗ്യാസ് മാസ്കുകൾ ധരിച്ച് അവർ തങ്ങളുടെ പുതിയ പാചകരീതി ആരംഭിച്ചു. പാചകം പുരോഗമിക്കുന്നതിനിടയിലാണ് വീടിന്റെ മുകളിൽ ആരോ നടക്കുന്ന ശബ്ദം അവർ കേട്ടത്. വീട് വിൽക്കാൻ ഏൽപ്പിച്ച റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ചില കസ്റ്റമേഴ്സുമായി വീട് കാണാൻ വന്നതായിരുന്നു അത്. ബേസ്മെന്റിൽ മാസ്കും ധരിച്ചു നിൽക്കുന്ന വാൾട്ടും ജെസ്സിയും എന്ത് ചെയ്യണമെന്നറിയാതെ നിശബ്ദരായി നിന്നു. പുറത്തേക്ക് പോയി എത്രയും പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ് അവരെ തിരിച്ചയക്കാൻ വാൾട്ടർ ജെസ്സിയോട് പറഞ്ഞു. അതിനിടയിൽ ബേസ്മെന്റിലേക്കുള്ള വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന ഒരാളെ തടഞ്ഞു നിർത്തുന്ന ജെസ്സി മുകളിൽ പോയി തൽക്കാലം വീട് വിൽക്കുന്നില്ലെന്നും എല്ലാവരോടും പുറത്തു പോവാനും പറഞ്ഞു. അവരെയെല്ലാം തിരിച്ചയച്ചതിനു ശേഷം പാചകം തുടർന്ന അവർ ഒടുവിൽ മെത്തിലാമൈൻ ഉപയോഗിച്ചുള്ള ആദ്യത്തെ പാചകം വിജയകരമായി പൂർത്തിയാക്കി. പുതിയ കെമിക്കൽ പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയ ആ മെത്തിന് നീല നിറമായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം തന്റെ ബേബി ഷവർ ചടങ്ങിൽ വെച്ച് സഹോദരി മേരി സമ്മാനമായി നൽകിയ വില കൂടിയ ടിയാറ എന്ന ആഭരണം എക്സ്ചേഞ്ച് ചെയ്യാൻ സ്കൈലർ അത് വാങ്ങിയ ജ്വല്ലറിയിൽ പോയി. അത്രയും വില കൂടിയ ഒരു സാധനം തനിക്ക് ആവശ്യമില്ലെന്നും അതിനു പകരം കുഞ്ഞിന് ആവശ്യമുള്ള മറ്റെന്തെങ്കിലും വാങ്ങാമെന്നും കരുതിയാണ് അവൾ അവിടെ എത്തിയത്. കയ്യിൽ ബില്ല് ഇല്ലായിരുന്നെങ്കിലും മേരി അവിടെ നിന്നാണ് വാങ്ങിയതെന്ന വിശ്വാസത്തിൽ അത് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു സ്കൈലർ ആ ടിയാറ കടയിലുള്ളവരെ കാണിച്ചതും അവരുടെ മുഖഭാവം പെട്ടെന്ന് മാറി. അയാൾ ഉടൻ തന്നെ സെക്യൂരിറ്റിയെ വിളിച്ച് കടയുടെ മുൻവാതിൽ പൂട്ടാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് സ്കൈലറെ തന്റെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ ടിയാറ തങ്ങളുടെ കടയിൽ നിന്നും കഴിഞ്ഞ ദിവസം മോഷണം പോയതാണെന്ന് അയാൾ സ്കൈലറിനോട് പറഞ്ഞു. തനിക്കിത് സമ്മാനമായി കിട്ടിയതാണെന്ന് സ്കൈലർ പറഞ്ഞെങ്കിലും അതിൽ വിശ്വാസം വരാത്ത കടയുടമ പോലീസിനെ വിളിക്കാൻ ഫോൺ എടുത്തു. പോലീസ് വന്നാൽ താൻ അറസ്റ്റിലാകുമെന്നും മോഷണക്കുറ്റം തന്റെ തലയിലാകുമെന്നും മനസ്സിലാക്കിയ സ്കൈലർ അവിടെ പെട്ടെന്നൊരു നാടകം കളിച്ചു. തന്റെ വയറ്റിൽ അമർത്തിപ്പിടിച്ച് അവൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. തനിക്ക് പ്രസവവേദന തുടങ്ങിയെന്ന് അവൾ നിലവിളിച്ചു. ഇത് കണ്ടു പരിഭ്രാന്തനായ അയാൾ തന്റെ കടയിൽ വെച്ച് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വലിയ പ്രശ്നമാകുമെന്ന് ഭയന്ന് പോലീസിനെ വിളിക്കുന്നത് നിർത്തി അവളെ അവിടെ നിന്നും പോകാൻ അനുവദിച്ചു. വേദന അഭിനയിച്ച് വളരെ കഷ്ടപ്പെട്ട് കടയ്ക്ക് പുറത്തിറങ്ങിയ സ്കൈലർ ഉടൻ തന്നെ മേരിയെ വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്കൈലർ മേരിയെ ഒരു ഷോപ്പിൽ വെച്ച് കണ്ടു. തനിക്ക് നേരിടേണ്ടി വന്ന അപമാനം കാരണം സ്കൈലർ കടുത്ത ദേഷ്യത്തിലായിരുന്നു. മേരി സമ്മാനിച്ച ടിയാറ എക്സ്ചേഞ്ച് ചെയ്യാൻ പോയപ്പോൾ നേരിട്ട ദുരനുഭവം സ്കൈലർ അവളോട് പറഞ്ഞു. മേരിക്ക് ക്ലെപ്റ്റോമാനിയ എന്ന മോഷണ സ്വഭാവം ഉണ്ടെന്ന സത്യം മനസ്സിലാക്കിയ സ്കൈലർ ആ ടിയാറ അവൾ മോഷ്ടിച്ചതാണെന്ന് അവളുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഒന്നും അറിയാത്തവളെ പോലെ നിൽക്കുകയായിരുന്നു മേരി. സ്കൈലർ ഈ പറയുന്നതെന്താണെന്ന് തനിക്കറിയില്ലെന്നും താൻ ആരുടെ കയ്യിൽ നിന്നും ഒന്നും മോഷ്ടിച്ചിട്ടില്ലെന്നും മേരി ഉറപ്പിച്ചു പറഞ്ഞു. വീണ്ടും വീണ്ടും ചോദിച്ചിട്ടും വളരെ നിസ്സാരമായി മേരി ആ മോഷണം നിഷേധിച്ചു. സത്യം അറിഞ്ഞിട്ടും മേരി അത് സമ്മതിച്ചു തരാത്തത് സ്കൈലറെ കൂടുതൽ ചൊടിപ്പിച്ചു. കൂടുതൽ സംസാരിക്കാതെ അവൾ തിരികെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം വാൾട്ടും ജെസ്സിയും ടൂക്കോയ്ക്ക് കൊടുക്കാനുള്ള മെത്തുമായി ആളൊഴിഞ്ഞ ആ പഴയ യാർഡിലെത്തി. ടൂക്കോയും അവന്റെ ഗുണ്ടകളായ നോഡോസും ഗോൺസോയും അവരെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. തങ്ങൾ തയ്യാറാക്കിയ മെത്ത് വാൾട്ട് ടൂക്കോയ്ക്ക് കൈമാറി. എന്നാൽ സാധാരണ കാണുന്ന വെള്ള നിറത്തിന് പകരം അതിന്റെ നീല നിറം കണ്ട അമ്പരന്ന ടൂക്കോയോട് ഞങ്ങളൊരു പുതിയ രീതിയിലാണ് ഇതുണ്ടാക്കിയതെന്നും ഇതിന്റെ ക്വാളിറ്റി മുൻപത്തേക്കാൾ മികച്ചതാണെന്നും വാൾട്ട് പറഞ്ഞു. വാൾട്ട് പറഞ്ഞത് വിശ്വസിക്കാതെ ടൂക്കോ ആ നീല മെത്ത് കുറച്ചെടുത്ത് മൂക്കിലേക്ക് വലിച്ചു കയറ്റി. സെക്കൻഡുകൾക്കുള്ളിൽ അതിന്റെ വീര്യം ടൂക്കോയുടെ തലയ്ക്ക് പിടിച്ചു. വല്ലാത്തൊരു ആവേശം തോന്നിയ ടൂക്കോ കൊള്ളാം, ഇത് ഗംഭീര സാധനമാണെന്ന് പറഞ്ഞ് ആവേശത്തോടെ അലറി. പുതിയ സാധനം ടൂക്കോയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടതുകൊണ്ട് അയാൾ വാൾട്ടിന് പറഞ്ഞതുപോലെ തന്നെ പണം നൽകി. എല്ലാം വളരെ ഭംഗിയായി അവസാനിച്ചെന്ന് കരുതി വാൾട്ടും ജെസ്സിയും ആശ്വാസത്തോടെ തിരികെ പോകാൻ തുടങ്ങുകയായിരുന്നു. പോകാൻ തുടങ്ങിയ വാൾട്ടിനോട് ടൂക്കോയുടെ ഗുണ്ടകളിൽ ഒരാളായ നോഡോസ് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്ന് എപ്പോഴും ഓർമ്മ വേണമെന്ന് പറഞ്ഞു. അതൊരു ഭീഷണിയായിരുന്നു. എന്നാൽ ഇത് കേട്ടതും ടൂക്കോയുടെ ഭാവം മാറി. തന്റെ മുന്നിൽ വെച്ച് അവൻ സംസാരിച്ചത് ടൂക്കോയ്ക്ക് ഒട്ടും പിടിച്ചില്ല. നോഡോസിന്റെ അടുത്തേക്ക് ചെന്ന ടൂക്കോ ഇവരോട് എന്തു പറയണമെന്ന് എനിക്കറിയില്ലെന്ന് നീ കരുതുന്നുണ്ടോ എന്നും ഞാനൊരു പൊട്ടനാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്നും ചോദിച്ച് ദേഷ്യപ്പെട്ടു. നോഡോസ് ക്ഷമ ചോദിച്ചെങ്കിലും ടൂക്കോ അടങ്ങിയില്ല. അടുത്ത നിമിഷം ടൂക്കോ നോഡോസിന്റെ മുഖത്ത് അതിക്രൂരമായി ആഞ്ഞടിക്കാൻ തുടങ്ങി. ഒരു മയക്കുമരുന്ന് മാഫിയ തലവന്റെ മുഴുവൻ ഭീകരതയും അയാളുടെ ഉള്ളിൽ നിന്നും പുറത്തു വന്ന നിമിഷമായിരുന്നു അത്. ചോരയൊലിപ്പിച്ച് നിലത്ത് വീണ അവനെ ടൂക്കോ വീണ്ടും വീണ്ടും മൃഗീയമായി മർദ്ദിച്ചു. സ്വന്തം ആളോട് തന്നെ ഇത്രയും ക്രൂരത കാണിക്കുന്ന ടൂക്കോയെ കണ്ട് വാൾട്ടും ജെസ്സിയും ഭയന്നു വിറച്ചു. അവസാനം മർദ്ദനം നിർത്തിയ ടൂക്കോ ചോര പുരണ്ട തന്റെ കൈ കാണിച്ച് ചിരിച്ചുകൊണ്ട് വാൾട്ടിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് എന്റെ ഇടി? മരിക്കാറായ നോഡോസിനെയും കാറിൽ കയറ്റി ടൂക്കോ അവിടെ നിന്നും പോകുമ്പോൾ തങ്ങൾ ചെന്ന് പെട്ടിരിക്കുന്നത് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സൈക്കോപാത്തിന്റെ കയ്യിലാണെന്ന് വാൾട്ടിനും ജെസ്സിക്കും ബോധ്യപ്പെട്ടു.